നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തിരുമിറ്റക്കോട് പെരിങ്ങന്നൂരിൽ അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തി. കുറ്റിയിൽ വാരിയം വീട്ടിൽ 63 വയസ്സുള്ള രവീന്ദ്രന്റെ മൃതദേഹമാണ് വീടിനുള്ളിൽ അഴുകി ദ്രവിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് ഒരാഴ്ചയോളം പഴക്കമുണ്ട്. ആളൊഴിഞ്ഞ പറമ്പിലെ വീട്ടിൽ തനിച്ച് താമസിച്ചു വരികയായിരുന്നു രവീന്ദ്രൻ. വീടിന് സമീപത്തെ പറമ്പിൽ കാലിമേയ്ക്കാൻ പോയ നാട്ടുകാർക്ക് പ്രദേശത്ത് കടുത്ത ദുർഗന്ധം അനുഭവപ്പെട്ടതോടെ നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ഇയാളെ വീട്ടിലെ മുറിക്കകത്ത് മരിച്ചഴുകിയ നിലയിൽ കാണുന്നത്. ഉടൻ തന്നെ പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് ചാലിശ്ശേരി SI റനീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ഏറെക്കാലമായി ഒറ്റയ്ക്ക് താമസിച്ചു വരികയായിരുന്ന ഇയാൾ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചിരുന്നതായി നാട്ടുകാർ പറഞ്ഞു. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകി. തൃത്താലയിൽ 12 വയസ്സുകാരനെ വീട്ടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. തൃത്താല വേട്ടുപറമ്പിൽ വീട്ടിൽ ഫൈസലിന്റെ മകൻ മുഹമ്മദ് ഫാമിസ് ആണ് മരിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് 3:30 അപകടം. വീട്ടിലെ മുറിക്കകത്ത് ജനലിൽ കെട്ടിയിട്ട തോർത്തിൽ കഴുത്ത് കുരുങ്ങിയ നിലയിലാണ് ഫാമിസിനെ കണ്ടെത്തുന്നത്. കളിക്കുന്നതിനിടെ തോർത്ത് കഴുത്തിൽ കുരുങ്ങിയതാവാം മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഉടൻ തന്നെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. കഞ്ചാവ് വിൽപ്പന പിടികൂടാനെത്തിയ പോലീസുകാരെ മർദ്ദിച്ച് രക്ഷപ്പെട്ട 2 പേരെ ചങ്ങരംകുളം പോലീസ് ബസ് തടഞ്ഞു നിർത്തി പിടികൂടി. പൊന്നാനി സ്വദേശിയും എടപ്പാൾ വില്ലേജിൽ താമസക്കാരനുമായ 28 വയസ്സുള്ള ചിറക്കൽ ഇസ്മയിൽ, എടപ്പാൾ പുറൂക്കരയിൽ താമസിക്കുന്ന 29 വയസ്സുള്ള കൊമ്പൻതറയിൽ കബീർ എന്നിവരെയാണ് ചങ്ങരംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ബെന്നി ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പിടികൂടിയത്. ഏപ്രിൽ 22-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. എടപ്പാൾ അണ്ണമ്പക്കാട് 3 പേരടങ്ങുന്ന സംഘം കഞ്ചാവ് വിൽപ്പന നടത്തുന്നതറിഞ്ഞ് എത്തിയതായിരുന്നു പോലീസ്. ചോദ്യം ചെയ്യുന്നതിനിടെ പോലീസുകാരെ ആക്രമിച്ച് സംഘം ഓടി രക്ഷപ്പെടുകയായിരുന്നു. പൊന്നാനി സ്വദേശി മുഹമ്മദ് ഖാസിമിനെ പോലീസ് ഓടിച്ചിട്ട് പിടികൂടിയെങ്കിലും 2 പേർ ഓടി രക്ഷപ്പെട്ടു. ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതികൾ സ്വകാര്യ ബസ്സിൽ പൊന്നാനിയിൽ നിന്ന് എടപ്പാൾ ഭാഗത്തേക്ക് വരുന്നുണ്ടെന്ന വിവരം അറിഞ്ഞ പോലീസ് ബിയ്യത്ത് വെച്ച് ബസ് തടഞ്ഞു നിർത്തി ബലപ്രയോഗത്തിലൂടെയാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പൊന്നാനി ചങ്ങരംകുളം സ്റ്റേഷനുകളിലായി 10ഓളം ക്രിമിനൽ കേസുകളിലെ പ്രതികളാണ് ഇവരെന്ന് പോലീസ് പറഞ്ഞു. CI ബെന്നി ജേക്കബ്, ASI രാജേഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഹരിനാരായണൻ, ഹരികൃഷ്ണൻ, സുനീഷ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. പിടിയിലായ പ്രതികളെ പൊന്നാനി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള പോളിംഗ് പൂർത്തിയായതോടെ ഇനി ഫലപ്രഖ്യാപനത്തിനുള്ള കാത്തിരിപ്പിലാണ് കേരളം. ജൂൺ 4-നാണ് ഫലപ്രഖ്യാപനം. പോളിംഗ് കഴിഞ്ഞതോടെ വോട്ടിംഗ് മെഷീനുകൾ കഴിഞ്ഞ ദിവസം രാത്രിയോടെ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റി. പോളിംഗ് സാമഗ്രികളുമായി കൗണ്ടറിലെത്തുന്ന ഉദ്യോഗസ്ഥർ വോട്ടിംഗ് കമ്പാർട്ട്മെന്റുകൾ കൗണ്ടറുകളിലേക്ക് കൊണ്ടുവരേണ്ടതില്ല. നിങ്ങളുടെ കൈവശമുള്ള വോട്ടിംഗ് കമ്പാർട്ട്മെന്റ് 1ാമത്തെ കൗണ്ടറിന്റെ മുൻഭാഗത്തുള്ള വലതുവശത്തുള്ള പ്രത്യേക സജ്ജീകരിച്ച മേശമേൽ നിവർത്തിയിടേണ്ടതാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള പോളിംഗ് പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസം രാത്രിയാണ് വോട്ടിംഗ് മെഷീനുകൾ സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയത്. പട്ടാമ്പി തൃത്താല മണ്ഡലങ്ങളിലെ വോട്ടിംഗ് മെഷീനുകൾ പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലേക്കാണ് രാത്രി എത്തിച്ചിരുന്നത്. താലൂക്കിലെ പല ബൂത്തുകളിലും രാത്രി വൈകിയാണ് പോളിംഗ് പൂർത്തിയായത്. തുടർന്ന് വോട്ടിംഗ് മെഷീനുകൾ സ്ട്രോങ് റൂമിലേക്ക് മാറ്റുന്നതിനും സമയമെടുത്തു. മുഴുവൻ മെഷീനുകളും സ്ട്രോങ് റൂമിലേക്ക് എത്തിച്ചപ്പോഴേക്കും രാത്രി ഏറെ പിന്നിട്ടിരുന്നു. പുലർച്ചെ വോട്ടിംഗ് മെഷീനുകൾ പാലക്കാട്, മലപ്പുറം എന്നിവിടങ്ങളിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിലെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റി. പട്ടാമ്പി മണ്ഡലത്തിലെ മെഷീനുകൾ പാലക്കാട് വിക്ടോറിയ കോളേജിലേക്കും തൃത്താല മണ്ഡലത്തിലെ മെഷീനുകൾ മലപ്പുറത്തേക്കുമാണ് മാറ്റിയത്. പോളിംഗ് പൂർത്തിയായെങ്കിലും ഫലപ്രഖ്യാപനത്തിന് ഇനിയും കാത്തിരിക്കണം. രാജ്യത്തെ 2ാം ഘട്ട പോളിംഗിലാണ് കേരളം ഉൾപ്പെട്ടിരുന്നത്. ഫലപ്രഖ്യാപനം വരെ പെരുമാറ്റച്ചട്ടവും നിലനിൽക്കും. കൂട്ടലും കുറയ്ക്കലുമായി മുന്നണികളും അണിയറയിൽ സജീവമായി കഴിഞ്ഞു. 40 ദിവസത്തെ പ്രചരണ ചൂടിന് തിരശ്ശീല വീണായിരുന്നു കഴിഞ്ഞ ദിവസം പോളിംഗ് നടന്നത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വോട്ടിംഗ് ശതമാനത്തിലെ കുറവ് ആരെ തുണയ്ക്കുമെന്നതും മുന്നണികൾ ഉറ്റുനോക്കുകയാണ്. വോട്ടെണ്ണൽ വരെ ഇനി കണക്കുകൂട്ടലുകളുടെ നാളുകളാണ്. ഇടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക്
89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി: 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിൽ 73.28% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. പട്ടാമ്പി മണ്ഡലത്തിൽ 72.27% പോളിംഗ്. നിശ്ചിത സമയത്തിന് ശേഷം പല ബൂത്തുകളിലും രാത്രി വൈകിയാണ് പോളിംഗ് പൂർത്തിയായത്. പട്ടാമ്പി മണ്ഡലത്തിൽ കഴിഞ്ഞ ദിവസം രാവിലെ 7 മണിക്ക് തുടങ്ങിയ പോളിംഗ് രാത്രി 8:45 വരെ നീണ്ടുനിന്ന ബൂത്തുകളുമുണ്ട്. പട്ടാമ്പി ഉൾപ്പെടുന്ന പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിൽ 10,25,828 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഇതിൽ 5,31,403 പേർ പുരുഷ വോട്ടർമാരാണ്. 4,94,480 സ്ത്രീ വോട്ടർമാരുമുണ്ട്. പട്ടാമ്പി മണ്ഡലത്തിൽ മാത്രം 72.12% വോട്ടിംഗ് രേഖപ്പെടുത്തിയത്. ഷൊർണൂരിൽ 75.27% വോട്ടിംഗ് ശതമാനം. ഒറ്റപ്പാലത്ത് 74.12%, മണ്ണാർക്കാട് 74.51%, മലമ്പുഴയിൽ 73.43%, പാലക്കാട് 70% വോട്ടിംഗ് രേഖപ്പെടുത്തിയത്. 162 പോളിംഗ് ബൂത്തുകളാണ് പട്ടാമ്പി മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്. മണ്ഡലത്തിലെ കൊപ്പം, തിരുവേഗപ്പുറ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ബൂത്തുകളിൽ രാത്രി വൈകിയും പോളിംഗ് നടന്നിരുന്നു. തിരുവേഗപ്പുറ നെടുങ്ങോട്ടൂരിൽ രാത്രി 8:45 പോളിംഗ് പൂർത്തിയായത്. മിക്ക ബൂത്തുകളിലും രാവിലെ മുതൽ തന്നെ തിരക്കുമായിരുന്നു. പലയിടത്തും മന്ദഗതിയിലായിരുന്നു നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയത്. ഇത് വോട്ടർമാരിൽ പ്രതിഷേധങ്ങൾക്കും ഇടവരുത്തിയിരുന്നു. വേനൽ ചൂട് കൂടിയതോടെ വെള്ളിയാങ്കല്ല് റെഗുലേറ്റർ ഉൾപ്പെടുന്ന പട്ടാമ്പി ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നു. ഇത്തവണ വേനൽ മഴയിലും കാര്യമായ കുറവ് സംഭവിച്ചിട്ടുണ്ട്. വെള്ളിയാങ്കല്ല് സംഭരണിയിലെ വെള്ളം പട്ടാമ്പി ഭാഗത്തേക്ക് വലിയ തോതിലാണ് കുറഞ്ഞത്. വേനൽ ചൂട് കടുത്തതോടെ പട്ടാമ്പി ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ക്രമാതീതമായി താഴാൻ തുടങ്ങി. തൃത്താല വെള്ളിയാങ്കല്ല് ജലസംഭരണിയുടെ തണലിൽ പട്ടാമ്പി വരെ പുഴയിൽ ജലസമൃദ്ധിയായിരുന്നു. എന്നാൽ ഈ ജലസമൃദ്ധിയാണ് നാൾക്കുനാൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പട്ടാമ്പി പാലത്തിന് ഇപ്പുറം വരെ പുഴ നിറഞ്ഞു നിന്നിരുന്ന സാഹചര്യമായിരുന്നു മുൻവർഷങ്ങളിൽ ഉണ്ടായത്. എന്നാൽ ഇത്തവണ ഇവിടെ പുഴ നീർച്ചാലാകുന്ന കാഴ്ചയാണ് കാണാനാകുന്നത്. ദിവസേനയൊന്നോളം ജലനിരപ്പ് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. തൃത്താല വെള്ളിയാങ്കല്ല് റെഗുലേറ്ററിന്റെ ഭാഗമായ പട്ടാമ്പി മേഖലയിലെ ഭാരതപ്പുഴയിൽ മണൽത്തിട്ട് പുറത്തുവന്ന സ്ഥിതിയാണ്. പട്ടാമ്പി നഗരസഭയുടെ പമ്പിംഗ് ഹൗസ് പ്രദേശമായ തോട്ടുകണ്ടം ഭാഗത്ത് നിർമ്മിച്ച താൽക്കാലിക തടയണിലും വെള്ളം കുറഞ്ഞിട്ടുണ്ട്. നിലവിൽ പമ്പിങ്ങിന് പ്രശ്നമില്ലെങ്കിലും വരും ദിവസങ്ങളിൽ പമ്പിങ്ങിന്റെ സമയദൈർഘ്യം കുറയ്ക്കേണ്ടി വരുമെന്നാണ് സൂചന. 11 മേജർ കുടിവെള്ള പദ്ധതികൾക്കും തൃശൂർ ജില്ലയിലെ നിരവധി പഞ്ചായത്തുകൾക്കും 3 നഗരസഭകൾക്കും വെള്ളമെത്തിക്കുന്ന പാവട്ടി ശുദ്ധജല വിതരണ പദ്ധതി തൃത്താല റെഗുലേറ്ററിന്റെ കീഴിലാണ്. റെഗുലേറ്ററിന്റെ പരമാവധി ജലസംഭരണ ശേഷി 4.5 മീറ്റർ ആണെങ്കിലും വേനലിൽ ഇത്രയും ജലനിരപ്പ് നിലനിർത്താൻ കഴിയാത്ത സ്ഥിതിയാണ്. ജലനിരപ്പ് തുടർച്ചയായി നിർത്തിയെങ്കിൽ മാത്രമേ ഇവിടെ പമ്പിംഗ് തടസ്സമില്ലാതെ നടത്താനാകൂ. അതേസമയം ജലനിരപ്പ് വലിയ തോതിൽ താഴ്ന്ന സാഹചര്യത്തിൽ മലമ്പുഴ അണക്കെട്ട് തുറന്ന് പടിഞ്ഞാറൻ മേഖലയ്ക്ക് വെള്ളമെത്തിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. പല ജനപ്രതിനിധികളും ഇക്കാര്യം ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് കത്തും നൽകിയിട്ടുണ്ട്. വേനൽ മഴ ലഭിക്കാത്തതും പടിഞ്ഞാറൻ മേഖലയെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബ്രിട്ടീഷുകാർ പണിത റെയിൽവേ പാലത്തിന്റെ പുനർനിർമ്മാണത്തിന് തുടക്കം കുറിച്ചു. ഷൊർണൂരിൽ നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന റെയിൽവേ പാലമാണ് പുനർനിർമ്മിക്കുന്നത്. ദിവസത്തിൽ 2-3 ഗർഡറുകൾ മാറ്റുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. തൂണുകൾക്ക് കുഴപ്പമില്ലാത്തതിനാൽ അത് നിലനിർത്തും. ഇതിന്റെ ഭാഗമായി പുഴയിലൂടെ താൽക്കാലിക റോഡ് നിർമ്മിച്ചിരുന്നു. റെയിൽവേ മേൽപ്പാലത്തിന്റെ പഴയ ഉരുക്ക് ഗർഡറുകൾ മാറ്റി പുതിയത് വലിയ ക്രെയിൻ ഉപയോഗിച്ചാണ് മാറ്റി സ്ഥാപിക്കുന്നത്. യുദ്ധകാലാടിസ്ഥാനത്തിലാണ് പണികൾ നടത്തുന്നത്. പുഴയ്ക്ക് കുറുകെ താൽക്കാലിക റോഡ് നിർമ്മിച്ചിട്ടുണ്ട്. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.